രണ്ടും ഒരർത്ഥം ഉപയോഗിക്കുക. അഫ്വും മഗ്ഫിറത്തും പരസ്പരം പര്യായമായി ഉപയോഗിക്കാറുണ്ട്. മഗ്ഫിറത്ത് ശരിക്കും പാപമോചനമാണ്. തെറ്റുകൾ പറ്റുമ്പോൾ ആ തെറ്റ് പുറത്തു കൊടുക്കാമെന്ന ശരിക്ക് മഗ്ഫിറത്ത്. അഫ് ആകുമ്പോൾ എല്ലാ അർത്ഥത്തിലും മാപ്പും വരും. എല്ലാ പാപം ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാ മാപ്പിനും അഫ് എന്ന് പറയാം. പക്ഷേ അഫ് എന്നത് മഗ്ഫിറത്ത് എന്ന അർത്ഥത്തിലും മഗ്ഫിറത്ത് അഫ് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അഫ്വിന് അർത്ഥം കൊടുക്കുമ്പോൾ ഐ അൽ മഗ്ഫിറ എന്ന് പറയും. മഗ്ഫിറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പര്യായമായി ഉപയോഗിക്കാം. പക്ഷെ അൽ അഫ്വ വൽ മഗ്ഫിറ എന്ന് ഉപയോഗിക്കുമ്പോൾ ഈ ഏറ്റവും വ്യത്യാസം അവിടെ കണക്കാക്കപ്പെടുകയും ചെയ്യാം. അത് വ്യത്യസ്ത റിവായത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഒരുപാട് ഹദീസ് കിതാബിൽ വന്നിട്ടുണ്ട്. പദങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഇല്ല ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. അല്ലാഹുമ്മ അല്ലാഹുവേ ഉസ്തുർ നീ മറച്ചു വെക്കണേ ഔറാത്തി എൻ്റെ പോരായ്മകൾ എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്ക. ഔറത്ത് ശരിക്കും ഔറത്ത് നമ്മൾ നഗ്നത അർത്ഥം വെക്കും. അതായത് ശരിക്കും ആളുകൾ കണ്ടാൽ പ്രയാസമുള്ളത് അതാ ശരിക്കും ഔറത്ത് എന്നത്. എന്ത് പോരായ്മയ്ക്കോട്ടെ ആളുകൾ കാണുന്നത് നമുക്ക് പ്രയാസമുള്ള ആളുകൾ അറിയുന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ അതാണ് ശരിക്കും മൊത്തത്തിൽ ഭാഷാപരമായി ആ ഉടത്തിന് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഗുഹ്യസ്ഥാനത്തിന് ആ പദം ഉപയോഗിക്കപ്പെട്ടത്. ശരിക്കും അവിടുത്തെ ഗുഹ്യസ്ഥാനം അർത്ഥമില്ല. പക്ഷേ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കാണാൻ ഇഷ്ടപ്പെടാത്ത ശരീരഭാഗമായതുകൊണ്ടാണ് ആ ഭാഗത്തിന് അവിടത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ പോരായ്മകൾ നമ്മുടെ ന്യൂനതകൾ പൊതുവെ ആരാണെങ്കിലും ഒരാളെ അവനെ പോരായ്മ മറ്റുള്ള അറിയാന്നുള്ളത് ആർക്കും പ്രയാസമുള്ള കാര്യമാണ്. അത് ഏതിലായാലും അവനവൻ്റെ കാര്യത്തിലായാലും മക്കളെ കാര്യത്തിലായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക വിഷയത്തിലായാലും ജോലിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മുടെ പോരായ്മ ഒരാൾ അറിയുക എന്നത് എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമൊക്കെ അഭിമാനത്തിനത് ബാധിക്കും. അതുകൊണ്ടാണ് സൈക്കിളിൽ നിന്ന് വീണവരെ ചിരിച്ചുന്നത്. കാരണം അതിന് ചെറിയ മിനിമം പോരായ്മയുണ്ട്. സൈക്കിളിൽ നിന്ന് വീണു ചെറിയൊരു പോരായ്മയുണ്ട്. അപ്പോൾ അത് ആളുകൾ അറിയുമ്പോൾ ഒരു എടുക്കാറുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, ഞാൻ വീണിട്ടൊന്നുമില്ല, ഒരു വിഷയമൊന്നുമില്ല എന്ന ആളുകൾ കാണിക്കുന്നതാണ് ഈ അവിടുത്തെ മറച്ചക്കലാണ്. പോരായ്മ മറച്ചു വെക്കുന്ന പരിപാടിയാണത്. അപ്പം അത് എത്ര കണ്ട് അയ്ബിന് ഗൗരവം കൂടുമോ അത്രയും കണ്ട് നമുക്കതിൻ്റെ പ്രയാസവും കൂടും. അപ്പം അവിടുത്തെ റബ്ബേ എൻ്റെ പോരായ്മകൾ നീ മറച്ചു വെക്കണേ. അയ്ബിന് അപ്പം ആളുകൾക്ക് മുമ്പ് റബ്ബേ എൻ്റെ ന്യൂനതയും എൻ്റെ പോരായ്മയും അതൊക്കെ ആൾക്കാർക്കപ്പെടെ അറിഞ്ഞ് ആകെ മാനക്കേടിലായി പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം റബ്ബേനെ എനിക്ക് ഉണ്ടാക്കല്ല. കാരണം പോരായ്മ ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ചിലപ്പോൾ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത രൂപത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അതാണ് ഒന്നാമത്തെ സാധ്യതയാണ്. ഒരേ പ്രാർത്ഥന ഒരേ വിഷയം ചിലപ്പോൾ നബി പല പ്രാവശ്യം പലരോടും പറയുമ്പോൾ കാരണം ഹദീസിൽ പദം വഹിയല്ലോ, പദം നബിയുടേതാണ്. ഖുർആനാകുമ്പോൾ പദവും ആശയവും വഹിയാണ്. ഹദീസാകുമ്പോൾ ആശയമാണ് അള്ളാഹ് വഹി കൊടുക്കുന്നത്. നബിയുടെ വാക്കുകളിൽ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത അതേ വാക്ക് തന്നെ അടുത്ത സ്വഹാബിക്ക് പറയണമെന്നില്ല. ആ ആശയമാണ് അവിടെ പരിഗണിക്കപ്പെടുക. സ്വഹാബി ഉദ്ധരിക്കുമ്പോഴോ നബി ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, മറ്റേ സ്വഹാബി അങ്ങനെ പറഞ്ഞു. അതെന്താ അങ്ങനെ? ആ സ്വഹാബിക്ക് നബി പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ സ്വഹാബിക്ക് നബി ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ വരാം. ചില സ്ഥലത്തെങ്കിലും ആശയം കൊണ്ട് ഉദ്ധരിക്കാറുണ്ട്. ഇപ്പം ചിലപ്പോൾ സ്വഹാബി മറന്നു പോകും ഒരു വാക്ക്, ചിലപ്പോൾ അങ്ങനെ വരാം. ആ ഒരു വാക്കിന് കിട്ടൂല. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, സംശയം വരും. അപ്പോൾ ആ സ്വഹാബിനെ ചിലപ്പോൾ പറയും, സംശയം എടുത്ത് പറഞ്ഞോടനെ പറയും, നബി എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ രണ്ട് വാക്ക് അങ്ങനെ പറയും. ഇനി ചിലപ്പോൾ അതല്ലെങ്കിൽ ആശയം ഉദ്ധരിക്കും. നബി പറഞ്ഞ വാക്ക് കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ ആശയം ഉദ്ധരിക്കും. അതിലൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. നിബന്ധനകൾ ഉണ്ട് എന്ന് മാത്രം.